ഡയപ്പേഴ്സ് ഒരുപാട് ഉപയോഗിക്കുന്ന ആളുകളാണ് ഇപ്പോഴത്തെ അമ്മമാര്. പണ്ട് തുണിയൊക്കെ ആയിരുന്നു കുട്ടികൾക്ക് ഇട്ട് ഉം, കൊടുക്കുക. ഉം, അല്ലെങ്കിൽ ഡയപ്പർ ഉപയോഗിക്കില്ല. ഉം, കുട്ടികൾ ഉം, ആ സമയത്ത് ഡ്രസ്സിൽ സ്റ്റൂള് ഉം, ചെയ്യുന്നുണ്ടെങ്കിൽ ഉം, ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്ന അമ്മമാരാണ്. ഉം, പക്ഷെ ഇപ്പോൾ കുട്ടികളെ വീട്ടിൽ നിന്ന് പോലും ഡയപ്പേഴ്സ് ഇട്ടിട്ട് ആണ് അമ്മമാര് ഇരുത്തുന്നത്. ഉം, 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 കാരണം അവർക്ക് പുറത്ത് പോയിട്ട് ഈ ഡ്രസ്സ് വീണ്ടും വാഷ് ചെയ്യാൻ വയ്യ. ഉം, ഉം, അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഉം, ഉം, എളുപ്പപ്പണിയാണ്. നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ഉം, ഡയപ്പേഴ്സ് ഉണ്ട്. ഉം, ശരിക്കും ഈ ഡയപ്പർ ചൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഡയപ്പേഴ്സ് ഉണ്ട്. നമ്മൾ പരസ്യത്തിൽ സ്നഗ്ഗി, പാമ്പേഴ്സ് അങ്ങനെ ഒരുപാട് ഉം, ഉം, കാണുന്നുണ്ട്. ഉം, ഡയപ്പർ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഉം. ഡയപ്പർ റാഷ് ഏറെക്കുറെ സെൻസിറ്റീവ് സ്കിന്നിലും കൂടുതൽ വരാറുണ്ട്. ഉം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് നല്ലപോലെ കെമിക്കൽസ് ഉണ്ട്. ഉം. നമുക്കറിയാം ഒരു അതെ. പർട്ടിക്കുലർ കളേഴ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഗ്രീനിഷ് എന്തോ ജെൽ ഉം. എന്തൊക്കെ ഇതിനകത്ത് ഇരിക്കുക. ജെലാറ്റിൻ എന്തൊക്കെയോ സംതിങ് ഉം. ഇത് അബ്സോർബ് ഈ വലിച്ചെടുക്കാൻ വേണ്ടി. ഉം. അപ്പോൾ ഇതിൽ നമുക്ക് പർട്ടിക്കുലർ ബ്രാൻഡ് സുപ്പീരിയർ ആണെന്നോ ഇൻഫീരിയർ ആണെന്നോ നമുക്കൊന്നും പ്രത്യേകിച്ച് പറയാം. പക്ഷേ ഉം. എല്ലാത്തിലും കണ്ടന്റ് ഏതാണ്ടൊക്കെ സെയിം തന്നെയൊക്കെ ഉം. ആയിരിക്കും. നമ്മൾ പരമാവധി ഉം. ക്ലോത്ത് ഡയപ്പറൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഉം. നമ്മുടെ കുഞ്ഞാണ്. അതെ. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് രാത്രിയിൽ. ഞാൻ കണ്ട് ശീലിച്ചത് അങ്ങനെയാണ്. ഉം. നമ്മൾ നമ്മൾ കുഞ്ഞുങ്ങളുണ്ടായപ്പോഴും ഈ പറഞ്ഞ പോലെയൊക്കെ ഇതിലേക്കൊന്നും പോകാതെ തന്നെ മാക്സിമം പരമാവധി ഉം. ക്ലോത്ത് ഡയപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഉം. വെച്ചിട്ട് നമ്മൾ നോക്കുക. മൂത്രം ഒഴിക്കണമെങ്കിൽ നമ്മൾ എഴുന്നേൽക്കുക. ഉം. അത് ക്ലീൻ ചെയ്യുക. ഇതൊക്കെ ഈ പാരൻസിൻ്റെ ഒരു കടമയാണ്. അതെ. അത് ദേ ഷുഡ് എൻജോയ് ദീസ് തിങ്സ്. ഉം. അതൊന്നും ഈസി ആക്കി എടുക്കരുത്. ഉം. ഇനി അത്യാവശ്യ ഘട്ടങ്ങളിൽ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം ഉം. നമുക്ക് വേണമെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പർപ്പസിന് അതെ. വേണ്ടി മാത്രം ഉപയോഗിക്കാം. ഉം. അതർവൈസ് മാക്സിമം ഇതിൽ നിന്ന് ഒഴിവാക്കി നിൽക്കുന്നത് എപ്പോഴും നല്ലത്. ഉം. ഇനി ഇത് വന്നു കഴിഞ്ഞാൽ ഉം. ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് കൊണ്ട് നടക്കുന്ന വെച്ചാൽ ബുദ്ധിമുട്ട് മാറുന്നില്ല, ഹീലാവുന്നില്ല. ഉം. പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തത് കൊണ്ടായിരിക്കാം ഉം. ഒരുപക്ഷെ വീണ്ടും വീണ്ടും ഇത് വന്നുകൊണ്ടിരിക്കുന്നു. അതെ. അവിടെ നമുക്ക് മാർക്കറ്റിൽ സിങ്ക് ഓക്സൈഡ് ക്രീം, റാഷ് ഫ്രീ ക്രീം ഒത്തിരി അവൈലബിൾ ആണ്. ഉം. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഉം. സിങ്ക് ഓക്സൈഡ് ക്രീം നമ്മൾ ഉം. കട്ടിയിൽ വരണം, തിക്കായിട്ട് വരണം. ഉം. നമ്മൾ ലൈറ്റായിട്ട് തോണ്ടി വെച്ചിട്ട് കാര്യമില്ല. ഉം. ഉം. അപ്പോൾ എവിടെയൊക്കെ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഡയപ്പർ പുറത്ത് പോകാൻ കെട്ടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഉം. ഈ സിങ്ക് ഓക്സൈഡ് ക്രീം ഉം. കട്ടിയിൽ പറ്റുക. ഡയപ്പർ എവിടെയൊക്കെ ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ടോ അത്ര ഏരിയ മുഴുവൻ ഇത് വെച്ചിട്ട് ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ പിന്നെ ഇത് ഈ കോൺടാക്ട്സ് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറഞ്ഞ് കിട്ടും. ഉം. അതുകൂടാതെ പിന്നെ ഇനി വന്നു കഴിഞ്ഞാലും നമ്മൾ ഉം. ഈ ഡയപ്പർ ഈ റാഷ് ക്രീം, ഉം. റാഷ് ഫ്രീ ക്രീം, സിങ്ക് ഓക്സൈഡ് കട്ടിക്ക് പറ്റുക ചെയ്യുക. ഉം. അതിന് മുമ്പ് നമുക്ക് മൈൽഡ് സ്റ്റിറോയിഡ് എന്തെങ്കിലും ക്രീമുണ്ട്, ഉം. അതുകൂടി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഉം. ഹീലാവുന്ന കാര്യമേ ഉള്ളൂ. ഉം. ലൈറ്റായിട്ട് അത് പറ്റി കൊടുക്കുക. ഉം. ഈ സ്റ്റിറോയിഡ് ക്രീം മൈൽഡായിട്ട് ഉം. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തരും. ഓക്കെ. അതിന് പുറമെ ഉം. കട്ടിയായിട്ട് സിങ്ക് ഓക്സൈഡ് പറ്റിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ഉം. ബ്രാൻഡിലല്ല കാര്യം, ഉം. നമ്മൾ കുറച്ച് കെയറിങ് കൊടുക്കുന്നതാണ് എപ്പോഴും ഉം. നല്ലത്.